Once again, all of you, welcome back to my YouTube channel. My name is Adra. So today we are going to discuss the second chemistry chapter of CBSE class 8th students, and our chapter name is combustion and flame. In our previous class, we discussed up to that combustible and non-combustible substances. Today we are going to discuss the second activity given in your textbook. Okay, so the second activity is related to burning of candle. ഇപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ രണ്ടാമതായി തന്നിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ആ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കാൻഡിലിന്റെ ബേണിങ്ങുമായി റിലേറ്റ് ചെയ്തതാണ് ആ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിന് നമുക്ക് വേണ്ടുന്നതെന്ന് വെച്ചാൽ ഒരു ബേണിംഗ് കാൻഡിലും പിന്നെ ഒരു ചിമ്മിനി, ഗ്ലാസ് ചിമ്മിനി നമുക്ക് വേണം. ഗ്ലാസ് ചിമ്മിനി മീൻസ് എന്താ, അതിന്റെ രണ്ട് പോർഷനും, അപ്പർ പോർഷനും ഡൗൺ പോർഷനും ഓപ്പൺ ആയിട്ടുള്ള ഗ്ലാസ് സിലിണ്ടറിനെ നമ്മൾ എന്താന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചിമ്മിനി ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ക്യാൻഡിൽ എടുത്ത് ഒന്ന് കത്തിക്കുക. അതിൽ എന്ത് ചെയ്യുക, അതിന്റെ അടിയിലായിട്ട് രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, വുഡൻ പീസ് വെച്ചിട്ട് അതിന് മുകളിലാണ് നമ്മൾ എന്ത് വെച്ച് കൊടുക്കുന്നത്, ഈ ചിമ്മിനി വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും ഈ ക്യാൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ബേൺ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യണം, ഈ വുഡൻ പീസ് അതിൽ നിന്ന് അങ്ങ് റിമൂവ് ചെയ്യുമ്പം ആ ചിമ്മിനി എന്താണ്, ഡയറക്റ്റ് നമ്മൾ വെച്ചിരിക്കുന്ന ടേബിളുമായിട്ട് ടച്ച് ചെയ്ത് വരും അല്ലെ. അപ്പൊ ആ ഒരു പോർഷനിലൂടെ ആർക്കും അങ്ങോട്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ല, എയറിന് എൻ്റർ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നന്നായി കത്തിക്കൊണ്ടിരുന്ന മെഴുകുതിരിയുടെ ആ ഒരു കത്തുന്നതിന്റെ ആ ഒരു റേറ്റിൽ ചെറിയൊരു വേരിയേഷൻ വരികയും അതിനകത്ത് നിന്ന് സ്മോക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും തുടങ്ങും. ഇനി നമ്മൾ അതിന്റെ അപ്പർ പോർഷൻ എന്ത് ചെയ്യണം, ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. മൂന്നാമതായിട്ട് നമ്മൾ അതിന്റെ അപ്പർ പോർഷൻ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയും കൂടി വേണം. ആ സമയത്ത് നമ്മൾ കാണാൻ സാധിക്കും ഈ ബേൺ ചെയ്തുകൊണ്ടിരുന്ന മെഴുകുതിരി കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് എന്ത് ചെയ്യും, തവിഞ്ഞു പോകും. എന്നിട്ട് കംപ്ലീറ്റ് ആ ബേണിംഗ് അവിടെ എന്താവുന്നു, സ്റ്റോപ്പ് ആകുന്നു. ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്, ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ എടുത്ത എന്തായിരുന്നു, ഒരു ബേണിംഗ് ക്യാൻഡിൽ ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ ആ ചിമ്മിനി വെക്കുന്നതിന് താഴെ നമ്മൾ എന്താണ്, ഒരു വുഡൻ പീസ് വെച്ചിട്ട് എന്നിട്ടാണ് നമ്മൾ എന്ത് പ്ലേസ് ചെയ്ത് കൊടുത്തത്, ചിമ്മിനി പ്ലേസ് ചെയ്ത് കൊടുത്തത്. അപ്പം ആ ഡൗൺ പോർഷനിലൂടെയും മുകളിലൂടെയും ആർക്ക് നന്നായിട്ട് അതിനകത്ത് സർക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു, എയറിന് സർക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ആ മെഴുകുതിരി നന്നായിട്ട് എന്ത് ചെയ്യും, കത്തും. ഇനി നമ്മൾ ആ വുഡൻ പീസ് അതിൽ നിന്ന് റിലീസ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ നിന്ന് അങ്ങ് മാറ്റുക വെച്ചാൽ എയറിന്റെ ആ ഒരു സർക്കുലേഷൻ റേറ്റ് എന്താണ്, കുറയും. അങ്ങനെ ആവുമ്പം ബേണിങ്ങിന്റെ ആ ഒരു റേറ്റ് എന്ത് ചെയ്യുന്നു, കുറയും. ഇനി നമ്മൾ അതിന്റെ അപ്പർ പോർഷൻ കവർ ചെയ്യാൻ മീൻസ് ഉള്ള എയറിനെ അത് കത്താൻ വേണ്ടി ഉപയോഗിച്ച് പിന്നെ അതിനകത്ത് ആരില്ലാണ്ടാവുകയാണ്, ഓക്സിജന്റെ പ്രസൻസ് ഇല്ലാതാവും. അപ്പൊ അത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, കംപ്ലീറ്റ് അതിന്റെ ബേണിംഗ് അവിടെ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ആക്ടിവിറ്റിയിലൂടെ നിങ്ങൾ കണ്ടെത്തുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, ഫോർ ബേണിംഗ് എയർ ഈസ് എസെൻഷ്യൽ. ഓക്കെ, ബേണിംഗ് നടക്കണമെങ്കിൽ എന്ത് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം, എയർ ഈസ് എസെൻഷ്യൽ ഫോർ ബേണിംഗ്. വിത്തൗട്ട് എയർ ബേണിംഗ് ഈസ് നോട്ട് പോസിബിൾ. എയർ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സാധ്യമാകൂ, കമ്പഷൻ അല്ലെങ്കിൽ ബേണിംഗ് എന്താകൂ, സാധ്യമാകൂ. ഇനി ഈ എയർ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ബേണിംഗ് എന്തല്ല, പോസിബിൾ അല്ല. ഓക്കെ, ഈ ഒരു കാര്യമാണ് നമ്മൾ ആ ആക്ടിവിറ്റിയിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, കണ്ടെത്തുന്നത്. ഫോർ ബേണിംഗ് എയർ ഈസ് എസെൻഷ്യൽ, അതർവൈസ് ഫോർ കമ്പഷൻ എയർ ഈസ് എസെൻഷ്യൽ, വിത്തൗട്ട് എയർ കമ്പഷൻ ഈസ് നോട്ട് പോസിബിൾ. ഇത്രയും മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആ ആക്ടിവിറ്റിയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ആക്ടിവിറ്റി വന്നിട്ടുണ്ട്. എന്താ, ഒരു ചാർക്കോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോളോ ഏതെങ്കിലും ഒരു വസ്തു എന്ത് ചെയ്യുക, നമ്മളൊരു തവയിൽ ബേൺ ചെയ്യിച്ച് വെച്ചിട്ട് നമ്മൾ അതിനൊരു ട്രാൻസ്പെരന്റ് ജാറ് കൊണ്ട് എന്ത് ചെയ്യണം, അതിന്റെ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ ട്രാൻസ്പെരന്റ് കൊണ്ടാണ് എന്ത് ചെയ്യാൻ, കവർ ചെയ്യാൻ. ട്രാൻസ്പെരന്റ് മീൻസ് എന്താ, ഉൾഭാഗം നമുക്ക് വെളിയിൽ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കണം. അതാണ് ഈ ട്രാൻസ്പെരന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഇത് കവർ ചെയ്ത് കൊടുക്കുമ്പം ഈ കത്തിക്കൊണ്ടിരുന്ന വസ്തു പതിയെ പതിയെ എന്താകും, അതിന്റെ ബേണിംഗ് സ്റ്റോപ്പ് ആകും. കാരണം അവിടെ എന്തിന്റെ എമൗണ്ട് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്, ഓക്സിജന്റെ എമൗണ്ട് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇനി നമ്മൾ ആ ജാർ ഒന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കാണാൻ സാധിക്കും. കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ അത് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത്, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ആക്ടിവിറ്റി അതാണ് നിങ്ങൾക്ക് രണ്ടാമതായി തന്നിരിക്കുന്നത്. ഇനി അപ്പം ഇത്രയുമാണ് നമുക്ക് ആ രണ്ട് ആക്ടിവിറ്റിയിൽ നിന്ന് കണ്ടെത്താനുള്ളത്. കാരണം എന്ന് വെച്ചാൽ എന്താണ്, ഫോർ ബേണിംഗ് എയർ ഈസ് എസെൻഷ്യൽ, എയർ ഇല്ലാണ്ട് എന്ത് പോസിബിൾ അല്ല, കമ്പഷൻ പോസിബിൾ അല്ല. ഇനി ഒരു വ്യക്തിയുടെ ഡ്രസ്സ്, അദ്ദേഹത്തിന്റെ ക്ലോത്ത് അല്ലെങ്കിൽ അവരുടെ ക്ലോത്ത് ഫയർ ക്യാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് അത് എന്ത് ചെയ്യുക, ആ വ്യക്തിയെ ഒരു ബ്ലാങ്കറ്റ് കൊണ്ടങ്ങ് റാപ്പ് ചെയ്യുക, പൊതിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫയർ അവിടെ എന്താവും, നമുക്ക് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ സാധിക്കും അല്ലെ. എക്സ്റ്റിങ്ക്വിഷ് മീൻസ് എന്താണ്, ഫയറിനെ നമ്മൾ അവിടെ ആ ഒരു ഫയറിന്റെ ആ ഒരു പ്രോസസ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യിക്കുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്,
ഒരു മാച്ച് സ്റ്റിക്ക് നോർമൽ നമ്മുടെ ഒരു റൂം ടെമ്പറേച്ചറിൽ എടുത്തു വെച്ചാൽ അത് കത്താറുണ്ടോ? ഒരു നോർമൽ നമ്മൾ മാച്ച് ബോക്സിലൊന്നും റബ്ബ് ചെയ്യുന്നില്ല, നോർമലി ഒരു മാച്ച് സ്റ്റിക്ക് എടുത്ത് നമ്മൾ ഒരു റൂമിൽ വെച്ച് നൽകിയാൽ നോർമൽ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചറിൽ ആ മാച്ച് സ്റ്റിക്ക് ബേൺ ചെയ്യുമോ? ഇല്ല. നോർമൽ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചറിൽ അത് എന്ത് ചെയ്യില്ല, ബേൺ ചെയ്യില്ല. ഒന്നുകിൽ നമ്മളത് ആ മാച്ച് ബോക്സിനെ എഗനിസ്റ്റ് ആയിട്ട് ഒന്ന് റബ്ബ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ഫ്ലെയിം അതിന് കൊടുത്താൽ മാത്രമേ അത് എന്ത് ചെയ്യത്തുള്ളൂ, ബേൺ ചെയ്യത്തുള്ളൂ. ഇനി ഒരു വുഡ് പീസ്, ഓക്കെ, വുഡ് പീസ് നമ്മളൊരു കാൻഡിൽ ഫ്ലെയിമിൽ കാണിച്ചാൽ അത് വേഗം എങ്ങാനും ഫയർ ക്യാച്ച് ചെയ്യുമോ? അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് കെറോസീനോ അല്ലെങ്കിൽ മറ്റു പേപ്പറോ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് വുഡ് പീസസ് നോർമലി എന്ത് ചെയ്യാറുള്ളത്, കത്തിക്കാറുള്ളത്? എന്തുകൊണ്ടാണ് നോർമൽ നമ്മൾ അല്ലാണ്ട് ഒരു കാൻഡിൽ ഫ്ലെയിം കാണിച്ചാൽ ഉടനെ തന്നെ ആ വുഡ് പീസ് അങ്ങ് ഫയർ ക്യാച്ച് ചെയ്യോ? ഇല്ല. അവിടെ ഒരുപാട് സമയം എടുത്തിട്ടേ ആ വുഡ് പീസിനകത്ത് എന്ത് ചെയ്യും, ഒരു ചെറിയൊരു ഫ്ലെയിമിനെങ്കിലും അത് എന്ത് ചെയ്യത്തുള്ളൂ, ക്യാച്ച് ചെയ്യത്തുള്ളൂ. അപ്പം ഒരു പോയിന്റ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇഗ്നീഷൻ ടെമ്പറേച്ചർ. ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ സബ്സ്റ്റൻസ് ക്യാച്ചസ് ഫയർ ഈസ് നോൺ ആസ് ഇറ്റ്സ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ. ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ, ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചറിൽ ആ വസ്തു എന്ത് ചെയ്യണം, ഫയറിനെ ക്യാച്ച് ചെയ്യുന്ന ടെമ്പറേച്ചറിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ at which a substance catches fire is known as ignition temperature. ആ ലോവസ്റ്റ് ടെമ്പറേച്ചറിൽ വെച്ച് വസ്തു ഫയർ എന്ത് ചെയ്യണം, ക്യാച്ച് ചെയ്യണം. അതിനെ നമ്മൾ എന്താന്ന് പറയുന്നത്, അതിന്റെ ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പം എല്ലാ വസ്തുക്കൾക്കും ഒരുപോലെ ആയിരിക്കും ഈ ഇഗ്നീഷൻ ടെമ്പറേച്ചർ. കെറോസിൻ ഫയർ ക്യാച്ച് ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചറിൽ വെച്ച് വുഡ് പീസ് എന്ത് ക്യാച്ച് ചെയ്യാറില്ല, ഫയറിനെ ക്യാച്ച് ചെയ്യാറില്ല. മീൻസ് എന്തായിരിക്കണം, കെറോസിന്റെ ഇഗ്നീഷൻ ടെമ്പറേച്ചർ വുഡിന്റെ ഇഗ്നീഷൻ ടെമ്പറേച്ചറിനേക്കാളും ലോവർ ആണ്, അല്ലെ? ലോവർ ആവുന്നവരാണ് വേഗത്തിൽ എന്തിനെ ക്യാച്ച് ചെയ്യുന്നത്, ഫയറിനെ ക്യാച്ച് ചെയ്യുന്നത്. ഇഗ്നീഷൻ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അത് ഫയർ ക്യാച്ച് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി എന്ത് ചെയ്യും, കുറയുകയാണ് ചെയ്യുന്നത്. കാരണം അത്രയും ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രമല്ലേ അത് എന്ത് ചെയ്യത്തുള്ളൂ, ഫയറിനെ ക്യാച്ച് ചെയ്യത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ആൻസർ പറയാൻ സാധിക്കുമോ, എന്തുകൊണ്ടാണ് ഒരു മാച്ച് സ്റ്റിക്ക് നോർമൽ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചറിൽ ഫയർ ക്യാച്ച് ചെയ്യാത്തതെന്ന് വെച്ചാല് ആ നോർമൽ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആ മാച്ച് സ്റ്റിക്കിന്റെ ഇഗ്നീഷൻ ടെമ്പറേച്ചറിന് ഈക്വൽ അല്ല. നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ മാച്ച് സ്റ്റിക്കിന്റെ ഇഗ്നീഷൻ ടെമ്പറേച്ചറിന് ഈക്വൽ ആകുന്ന പോയിന്റിൽ മാത്രമേ ആ മാച്ച് സ്റ്റിക്ക് എന്തിനെ ക്യാച്ച് ചെയ്യത്തുള്ളൂ, ഫയറിനെ ക്യാച്ച് ചെയ്യത്തുള്ളൂ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് വുഡ് പീസസ് കത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേപ്പറോ അല്ലെങ്കിൽ കെറോസീനോ അതിനകത്ത് പോർ ചെയ്ത് കൊടുക്കുന്നതിന്? എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം വുഡ് പീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദ ഇഗ്നീഷൻ ടെമ്പറേച്ചർ ഓഫ് ദാറ്റ് പേപ്പർ അതർവൈസ് ദാറ്റ് കെറോസിൻ ഈസ് ലോവർ. ഓക്കെ, ദ ഇഗ്നീഷൻ ടെമ്പറേച്ചർ ഓഫ് കെറോസിൻ ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് വുഡ്. സോ കെറോസിൻ ഫസ്റ്റ്ലി ക്യാച്ച് ഫയർ ആൻഡ് പ്രൊവൈഡ് ടു ദാറ്റ് വുഡ് പീസ്. ഓക്കെ, ഈ വുഡ് പീസിനെ അപേക്ഷിച്ച് നമ്മൾ കെറോസിനകത്ത് കുറഞ്ഞ ടെമ്പറേച്ചർ തന്നെ കെറോസിൻ എന്ത് ചെയ്യും, ഫയറിനെ ക്യാച്ച് ചെയ്യുകയും ആ ടെമ്പറേച്ചർ ആർക്കും കൂടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും, വുഡ് പീസിനും കൂടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് വുഡ് പീസ് പിന്നെ എന്ത് ചെയ്യുന്നത്, ഫയറിനെ ക്യാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ഇഗ്നീഷൻ ടെമ്പറേച്ചറിന് കമ്പഷൻ എന്നൊരു കാര്യത്തിൽ വളരെയധികം പ്രാധാന്യം ഉണ്ട്. അപ്പൊ ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ എന്താണ്, ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ സബ്സ്റ്റൻസ് ക്യാച്ചസ് ഫയർ ഈസ് നോൺ ആസ് ഇറ്റ്സ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ. ആ ലോവസ്റ്റ് ടെമ്പറേച്ചറിൽ വെച്ച് വസ്തു ഫയറിനെ ക്യാച്ച് ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, അതിന്റെ ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇഗ്നീഷൻ ടെമ്പറേച്ചർ ഓഫ് ഈച്ച് സബ്സ്റ്റൻസ് ഈസ് വേരീസ് ഫ്രം വൺ അനദർ. എല്ലാ സബ്സ്റ്റൻസിന്റെയും ഇഗ്നീഷൻ ടെമ്പറേച്ചർ മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തം ആയിരിക്കും. ഇഗ്നീഷൻ ടെമ്പറേച്ചർ കുറഞ്ഞ വസ്തുക്കളായിരിക്കും വേഗത്തിൽ എന്ത് ചെയ്യുന്നത്, ഫയറിനെ ക്യാച്ച് ചെയ്യുന്നത്. ഇഗ്നീഷൻ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അത്രയും ഫയർ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ അത് എന്ത് ചെയ്യത്തുള്ളൂ, അത്രയും ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ആ സബ്സ്റ്റൻസ് ഫയറിനെ ക്യാച്ച് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് ഒരു നോർമൽ മാച്ച് സ്റ്റിക്ക് നമ്മുടെ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചറിൽ ഫയർ ക്യാച്ച് ചെയ്യാത്തത്. അല്ലെങ്കിൽ വുഡ് പീസിൽ കെറോസിൻ നമ്മൾ പോർ ചെയ്താൽ മാത്രം, അല്ലെങ്കിൽ വുഡ് പീസിനെ കത്തിക്കാൻ വേണ്ടി നമ്മൾ കെറോസിൻ പോർ ചെയ്യുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇഗ്നീഷൻ ടെമ്പറേച്ചർ വുഡിന്റേതിനേക്കാളും ലോവർ ആണ് ആർക്ക്, കെറോസിന്. അപ്പൊ അത് വേഗം ഫയറിനെ എന്ത് ചെയ്യും, ക്യാച്ച് ചെയ്യും. അപ്പം ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്ന കാര്യവും പിന്നെ നമ്മൾ പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് ഓക്സിജൻ എന്താണ്, ബേണിങ്ങിന് വളരെ നെസസറി ആയിട്ടൊരു കമ്പോണന്റ് ആണ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഇനി ഓക്സിജൻ മാത്രം ഉണ്ടെങ്കിൽ ബേണിംഗ് പോസിബിൾ ആകുമോ? ഇല്ല, അല്ലെ? ഓക്സിജൻ മാത്രമേ ഉള്ളെങ്കിൽ ബേണിംഗ് പോസിബിൾ ആകുമോ? ഇല്ല. നമുക്ക് അവിടെ കത്തിക്കാൻ ഒരു വസ്തു വേണമല്ലോ. ഇനി നമ്മൾ പറഞ്ഞൊരു പോയിന്റ് എന്താണ്, ഇഗ്നീഷൻ ടെമ്പറേച്ചർ.
പിന്നെ ഓക്സിജൻ. അപ്പം കമ്പഷൻ പോസിബിൾ ആവണമെങ്കിൽ ഫസ്റ്റ് അവിടെ ഒരു കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് വേണം, കത്താൻ ഒരു വസ്തു വേണം. സെക്കൻഡ്, അവിടെ ഓക്സിജൻ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. തേർഡ്, എന്ത് അറ്റൈൻ ചെയ്തിരിക്കണം? ആ സബ്സ്റ്റൻസ് അതിന്റെ ഇഗ്നീഷൻ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്താൽ മാത്രമേ എന്ത് പോസിബിൾ ആകൂ? കമ്പഷൻ പോസിബിൾ ആകൂ. അപ്പം വാട്ട് ആർ ദ സബ്സ്റ്റൻസസ് എസെൻഷ്യൽ ഫോർ കമ്പഷൻ എന്ന് വെച്ചാൽ എന്ത് പറയണം? ഫസ്റ്റ് വൺ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ്, സെക്കൻഡ് വൺ ഇഗ്നീഷൻ ടെമ്പറേച്ചർ ആൻഡ് തേർഡ് വൺ ഓക്സിജൻ. ദീസ് ആർ ദ നെസസറി തിങ്സ് ഫോർ കമ്പഷൻ. ഈ 3 വസ്തുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് പോസിബിൾ ആവൂ? കമ്പഷൻ പോസിബിൾ ആകൂ. ഇഗ്നീഷൻ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്താൽ മാത്രമേ വസ്തു എന്ത് ചെയ്യൂ? കമ്പഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇഗ്നീഷൻ ടെമ്പറേച്ചർ കുറഞ്ഞ വസ്തുക്കളായിരിക്കും വേഗത്തിൽ എന്ത് ക്യാച്ച് ചെയ്യുന്നത്? ഫയറിനെ ക്യാച്ച് ചെയ്യുന്നത്. ഇഗ്നീഷൻ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഫയർ ക്യാച്ച് ചെയ്യുന്ന പോസിബിലിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഞാൻ പറഞ്ഞ കണ്ടന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യലേക്ക്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.